മിർജാപൂർ സീസൺ 3. സോ മിർജാപൂർ സീസൺ 1ഉം 2ഉം കണ്ടവരോട് എനിക്ക് ഇത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് 10 മണിക്കൂർ വെറുതെ കളയാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സീസൺ കാണാൻ പാടുള്ളൂ. ഓരോ മണിക്കൂറിന്റെ 10 എപ്പിസോഡ് വെച്ചിട്ടാണ് സീസൺ 3യിലുള്ളത്. സോ സീസൺ 1ലും 2ലും നോക്കുമ്പോൾ എടുത്തു നിൽക്കണം നമ്മുടെ മാസീവ് ക്യാരക്ടറായ കാലിൻ ഭയ്യ, നമ്മുടെ പങ്കജ് ത്രിപാഠി ചെയ്ത ക്യാരക്ടറായിരുന്നു. ഇതിൽ ആളൊരു നഗ്നമരമാണ്. അവസാനത്തെ ഒരു 10 മിനിറ്റിലുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് ഇതിൽ ഒരു റോളും ഇല്ല. സോ സീസൺ 1ലാണെങ്കിൽ സീസൺ 2ലെ ഹീറോന് പറ്റിയൊരു വില്ലൻ ഉണ്ട്. ഒരാൾ മരിക്കുമ്പോൾ വേറെ ആൾ വരുന്നുണ്ട്. പവർഫുൾ ഹീറോന് പവർഫുൾ വില്ലൻ ഉണ്ട്. സീസൺ 3ൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡമ്മി വില്ലനും ഉണ്ട്, ഒരു ഡമ്മി ഹീറോയും ഉണ്ട്. സോ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ മാത്രമേ സീരീസ് നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇതിലൊന്നുമില്ല, വലിച്ച് നീട്ടി അങ്ങോട്ട് കൊണ്ടേയിരിക്കുകയാണ് റബ്ബർ ബാൻഡും ബബിൾസും പോലെ. സോ നമ്മുടെ ഹീറോ ഗുഡു പണ്ഡിറ്റ് ഒന്നിനും കൊള്ളാത്തൊരു ഹീറോ. അതൊരു വലിയ മിർസാപൂറിന്റെ രാജാവായി കൊണ്ട് കുറെ പട്ടി ഷോ കാണിക്കാൻ ഒന്നിനും കൊള്ളാത്തൊരു ഹീറോ ആണ് സീസൺ 3ൽ ഗുഡു പണ്ഡിറ്റ്. പിന്നെ അതിലേറെ വെറുപ്പിച്ചിട്ടുണ്ട് ഗോലു ആണ്. ആരാണ് എന്ന കൊച്ച വിചാരം, ജാൻസി റാണി കണ്ടു കഴിഞ്ഞ് കിടത്തി കെന്റിലിടാൻ തോന്നുന്നു. അത്രയും ഒരു ആറ്റിറ്റ്യൂഡും